കാലത്ത് മരിച്ച ദൈവമല്ല, അവൻ മറയ്ക്കുള്ളിൽ പോയവനല്ല. അവൻ മാന്യമായി തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കാനും കരുതുവാനും അവർക്ക് അപ്പവും വെള്ളവും തക്ക സമയത്ത് കൊടുക്കുവാനും അവരെ പരിപാലിക്കുവാനും അവരെ സുഖപ്പെടുത്തുവാനും അവരെ അനുഗ്രഹിക്കാനും കൂടെ ഇറങ്ങി നടന്ന ദൈവമാണ്. അവനെ തടയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ദൂതന്മാർ വന്നാൽ മടങ്ങാൻ അല്ലെങ്കിൽ അവരെ വരാതിരിക്കാൻ വേണ്ടി 21 ദിവസം വേണമെങ്കിൽ പാർസി രാജ്യത്തിൻ്റെ പ്രഭുവിനെ എതിർത്ത് നിൽക്കാൻ കഴിയും. പക്ഷേ യേശു വന്നാൽ, മധ്യാകാശത്തിൽ അവൻ വെളിപ്പെട്ടാൽ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ പിന്നെ ഒരു ശക്തിക്ക് അവനെ തടയാൻ പറ്റില്ല. ഹമാസ് അയക്കുന്ന റോക്കറ്റുകളെ തടയാൻ അയൺ ഡോമോ അല്ലേ, അങ്ങനെ എന്തോ ഒരു സാധനം ഇസ്രായേൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന് എല്ലാത്തിനും ഒന്നും തടയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആയിരക്കണക്കിന് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയാണ്. ഈ ലോകത്തിൽ പിശാചുണ്ടാക്കുന്ന ആയുധങ്ങൾ തടയാൻ സാധാരണ മതമനുഷ്യന് കഴിയില്ല. അവൻ്റെ കൊന്തചൊല്ലലോ ശയനപ്രദക്ഷിണമോ മല കയറലോ ഇവിടുത്തെ ഏതെങ്കിലും പഠിച്ചു വെച്ച പ്രാർത്ഥനകൾ ഉരുവിടുന്നതോ ഒരു മനുഷ്യനെയും രക്ഷിക്കില്ല. ജീവിക്കുന്ന ദൈവമായി ആത്മാവിൽ ആരാധിക്കുന്ന ജനത്തിനു വേണ്ടി വിടുതൽ കൊടുക്കുവാൻ വേണ്ടി ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും വേണം ദൈവത്തെ ആരാധിക്കാൻ. എങ്ങനെ ആരാധിക്കണം? അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നതെന്ന് തിരുവചനം പറയുന്നു. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. യോഹന്നാൻ 1:11-12 വാക്യങ്ങൾ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, എന്നെ യൂട്യൂബിലൂടെ കേൾക്കുവാനിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ യേശുവിനെ നീ കൈക്കൊണ്ടിട്ടുണ്ടോ? നീ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ദൈവത്തിന് വിഷയമല്ല. നിന്റെ വർണ്ണവും വർഗവും നിന്റെ ജീവിതത്തിന്റെ കുറവുകളോ പാപങ്ങളോ ഒന്നും ദൈവം ചോദിക്കുന്നില്ല. നിനക്ക് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി, കർത്താവേ ഞാനൊരു പാപിയാണ്, എൻ്റെ ജീവിതത്തിലേക്ക് വരാമോ എന്ന് നീ പ്രാർത്ഥിച്ചാൽ ആ നിമിഷം നിന്റെ ഉള്ളിലേക്ക് വരുവാൻ മതിയായ ഒരു ദൈവമാണ് യേശു. മനുഷ്യന്റെ കൈപ്പണിയായ മന്ദിരങ്ങളിൽ അത്യുന്നതൻ വസിക്കുന്നില്ല എന്ന് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം. നമ്മുടെ കൈകളിൽ ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ ഇരിക്കുന്ന ഗ്രന്ഥത്തിലെ വചനമാണ് ഞാൻ പറഞ്ഞേ. അത്യുന്നതനായ ദൈവം മനുഷ്യന്റെ കൈപ്പണിയായ ഈ കെട്ടിടത്തിൽ നമ്മൾ പോയാൽ നമ്മുടെ കൂടെ യേശു പോരും. ഇവിടെ യേശു ചുമ്മാ ഇതിൻ്റെ അകത്തൊരു പൊത്തുണ്ടാക്കി അതിൻ്റെ അകത്ത് കയറിയിരുന്നു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ആളൊന്നും അല്ല യേശു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ യേശുവിൻ്റെ ഒരു ചിത്രം വെച്ച്, കർത്താവേ ഒരു നല്ല മാലയൊക്കെ ഇട്ടേക്കാം, മെഴുകുതിരിയൊക്കെ ഞാൻ കത്തിക്കുക, അടുത്ത ആഴ്ച കാണാം, ഗുഡ് ബൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഈ ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. ഇവിടെ ആരാധിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്ന അതേ ദൈവം തന്നെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിലും അവൻ ഇറങ്ങി നടന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ചിലപ്പോൾ ജനിക്കുന്ന ദൈവങ്ങൾക്ക് ഇന്ത്യക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ടും വിസയും വേണം. പക്ഷേ എൻ്റെ ദൈവത്തിന് ഒരു പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല, ഒരു വിസയുടെ ആവശ്യമില്ല. അവൻ എവിടെയും പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന് അവനെ അനുഗ്രഹിക്കാൻ മതിയായ സർവ്വവ്യാപിയായ ഒരേ ഒരു ദൈവം യേശു മാത്രമാണ്. ആകാശത്തിന്റെ കീഴ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കുഞ്ഞെ, നീ വിളിച്ചു നോക്കിയേ നിന്റെ ജീവിതത്തിന്റെ വേദനകളിൽ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നീ ഇവിടെ ഇരുന്ന് വിളിച്ചാൽ മതി, നിന്റെ പ്രശ്നത്തിന്റെ കുരുക്ക് അവൻ ഇപ്പോൾ അഴിച്ചു കളഞ്ഞിരിക്കും. ഹല്ലേലൂയ. ഹി ഈസ് മോർ ദാൻ എ ബേബി. അവനൊരു കുഞ്ഞല്ല, അവൻ വളർച്ച പ്രാപിച്ച പക്വതയുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ മകനാണ്. പ്രിയപ്പെട്ടവരെ, അവനെ കിട്ടിയവർക്ക് ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. അവനെ ലഭിച്ചവർക്ക് ഒരു വണ്ടർഫുൾ കൗൺസിലറിനെ അവർക്ക് ലഭിച്ചിരിക്കുക. നിന്റെ മേൽ ദൃഷ്ടി വെച്ച ആലോചന പറയുന്ന ദൈവം. നിങ്ങൾ ഇതിനകത്ത് എത്ര പേരിയ്ക്കുന്നവർ യേശു എന്ന വണ്ടർഫുൾ കൗൺസിലറിനെ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. യു ഹാവ് യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യുവർ ഓൺ വിസ്ഡം. നീ നിൻ്റെതായ കുറേ വിസ്ഡമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ വൈസാണെന്ന് നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. നിന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പകരം അവൻ നിന്റെ എല്ലാ വഴികളിലും അവനെ തന്നെ നനച്ചുകൊള്ളുക. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ജ്ഞാനിയായിട്ടല്ല നിൽക്കേണ്ടത്. അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവത്തോട് ആലോചന ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അങ്ങനെ ഒരു താഴ്മയുണ്ടെങ്കിൽ എനിക്ക് വഴി കാണിച്ചു തരാൻ തമ്പുരാൻ മതിയായവനാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. ചോദിച്ചാലേ അവൻ തരികയുള്ളൂ, മുട്ടിയാലേ അവൻ തുറക്കുകയുള്ളൂ, അന്വേഷിച്ചാലേ കണ്ടെത്തുകയുള്ളൂ. ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കും. നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ, ആലോചനയില്ലെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കുക, ദൈവം മറുപടി തരും. നിന്റെ രോഗത്തിന് എന്ത് ചെയ്യണം? അവൻ പറയും. പുറപ്പാട് 15:26, ഞാനൊരു വാഗ്ദത്തം കുഞ്ഞെ തന്നുപോയിട്ടുണ്ട്. അത് നീ പ്രാർത്ഥിച്ചാൽ
നിന്റെ മേലെ ആ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ഇതിനകത്തിരിക്കുന്ന ചർച്ചിൽ വന്നിരിക്കുന്ന ഇത് സഭയാണ്, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ്. ഈ സഭയിൽ വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും രോഗിയാകണമെന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. തിരുവചനം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. നീ ഏത് കോൺഗ്രിഗേഷനിൽപ്പെട്ടവനാണെങ്കിലും തിരുവചനത്തിൻ്റെ സത്യത്തെ നീ വിശ്വസിച്ചാൽ നിനക്കതിൻ്റെ മഹത്വം കാണുവാൻ കഴിയും. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹി ഈസ് മോർ ദാൻ എ ബേബി, ഹി ഈസ് എ വണ്ടർഫുൾ കൗൺസിലർ. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ സൗഖ്യദായകനാണ്. യേശുവിനെ കിട്ടിയവർക്ക് സൗഖ്യമുണ്ട്, യേശുവിനെ കിട്ടിയവർക്ക് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. യേശു ആശ്വാസപ്രദനാണ്. മത്തായി 11:28 പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ ആശ്വാസത്തിൻ്റെ പ്രക്രിയ. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ പരിഭ്രമിച്ച കാര്യങ്ങളൊന്നുമല്ല, നിങ്ങളുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥത മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മാമ്മയെക്കുറിച്ച് എന്നോട് പറഞ്ഞു, ഈ സ്റ്റെപ്പുകൾ കയറാൻ ബുദ്ധിമുട്ടാണെന്ന്. ഹാർട്ട് വല്ലാതെ ബ്ലോക്കുകൾ കൊണ്ട് നിറഞ്ഞ് ചലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഗ്ലോറി ടീച്ചർ എല്ലാ ആഴ്ചയിലും കൃത്യമായ ആരാധനയ്ക്ക് ഇവിടെ കയറി വരുന്നുണ്ട്. ടീച്ചറിന് മാത്രം വലിയ കുഴപ്പമില്ല, വരുന്നു പോകുന്നു, നല്ല ആരോഗ്യത്തോடு തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. നിങ്ങൾ ഒരു രോഗിയാണെങ്കിലും സാരമില്ല, സഭയിൽ വന്നാൽ നിങ്ങളുടെ രോഗത്തെ സുഖപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഞായറാഴ്ച രാവിലെ ഇവിടെ ഒരു തലേ ദിവസം തിന്ന കപ്പയുടെ പുളിച്ച വെള്ളത്തിൻ്റെ ഗ്യാസ് കെട്ടിയിട്ട് ചങ്കിൻ്റെ അകത്തൊരു വേദന വരുമ്പോൾ കാരിത്താസിലേക്ക് പ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആംബുലൻസ് കൂട്ടിക്കൊണ്ട് നീ പോകാൻ നിനക്ക് പൈസയുണ്ട്. പക്ഷെ നീ സഭയിൽ വരില്ല. സഭയിൽ വന്നാൽ സൗഖ്യം നടക്കുന്നതാ. അവിടെ നിന്നെ കൊണ്ടുവരാത്തതിൻ്റെ കാര്യം പിശാച് അനുവദിക്കാത്തത് കൊണ്ടാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഇതൊരു ചെറിയ ജീവിതമൊന്നുമല്ല. ഇന്ന് നീ ജീവിച്ച് നാളെ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾ വർഷം മുമ്പ് ഗ്ലോറി ടീച്ചറിൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അന്ന് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. അവിടെ ഡോക്ടർ പ്രാർത്ഥനയ്ക്കൊക്കെ പങ്കെടുത്തു കഴിഞ്ഞിട്ട് ഡിസംബർ 24-ാം തീയതി ആണ് ഒന്ന് ഘോഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആ വിവരത്തെക്കുറിച്ച് ആലോചന പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവിടെ പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും ചെറുതായിട്ട് ഓർക്കുന്നുണ്ട്. നമുക്ക് നാളെ നേരം വെളുപ്പിക്കുവാൻ കഴിയുമെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. പ്രിയപ്പെട്ട ഡോക്ടറായ അദ്ദേഹത്തിന് ഒരു ഹാർട്ട് സംബന്ധമായ പ്രശ്നം പെട്ടെന്നുണ്ടാവുകയും പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വരികയും ചെയ്തു. കത്തോലിക്കനായ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ദേവസ്യമലക്കർ സാറിൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റപ്പോൾ കർത്താവിൻ്റെ സഭയോട് ചേർന്നിരിക്കുകയാണ്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഇറ്റ്സ് എ മിറക്കിൾ. നിന്റെ ലൈഫിനെ ടേൺ ചെയ്യാൻ കഴിയുന്ന വേറെ ഒരു സ്ഥലവുമില്ല. സഭയിൽ നീ വന്നാൽ വന്നതുപോലെ മടക്കുകയില്ല ഈ ദൈവം. നിന്റെ ജീവിതത്തെ അവൻ മാറ്റിമറിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ നിന്റെ ജീവിതം ഇതുപോലെ ആയിരിക്കില്ല. നിനക്ക് അടുത്തൊരു സക്സസ്ഫുൾ ലെവൽ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോവുക. നിന്റെ ബിസിനസ് പരാജയപ്പെടില്ല. നിന്റെ ബിസിനസ് ഇപ്പോൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം നിനക്ക് വറ എന്ന ചെലവും വരവും കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ ഒന്നും മിച്ചമില്ലാത്തതിൻ്റെ കാരണം നീ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. നീ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനായി മാറിയതിനു ശേഷം ഒരു ബിസിനസ് തുടങ്ങിക്കേ, പൊട്ടുകയില്ല. അനുഗ്രഹിക്കപ്പെടും ദൈവം അനുഗ്രഹിക്കും അതിനെ. നീ എന്ത് ചെയ്താലും അതിൻ്റെ അകത്ത് നിന്റെ വേലകളെ എല്ലാം ദൈവം അനുഗ്രഹിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രതികരണം പോരാ. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ആത്മാവിൻ്റെ തലത്തിലെ രക്ഷയുടെ അനുഭവം ഈ സോൾ തലത്തിൽ, പ്രാണൻ്റെ തലത്തിൽ, മനസ്സിൻ്റെ തലത്തിൽ, ശരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ക്രിസ്ത്യൻ ലൈഫ് സക്സസ്ഫുൾ ആണെന്ന് അറിഞ്ഞാലും നമുക്കതിനെ അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് കിടക്കുന്ന ചിന്താമണ്ഡലമാണ്. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 3 മുതൽ വാക്യങ്ങളിൽ നമുക്കറിയാം, ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആയുധങ്ങൾ ശക്തിയില്ലാത്തവയല്ല, ശക്തിയുള്ളവയാണ്. കോട്ടകളെ ഇടിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ളവയാണ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായ എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിലുള്ള അനുസരണത്തിനായിട്ട് ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പാറയെ തകർക്കുന്ന കൂടമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ഈഗോ കൺസെപ്റ്റുകളും, നിന്റെ സെൽഫിഷ് നേച്ചറും, നിന്റെ സ്വയ കേന്ദ്രീകൃതമായ ജീവിതത്തിന്റെ എല്ലാ കോട്ടകൊത്തളങ്ങളെ ഇടിക്കാൻ ഈ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന ദൂതന്മാർ കിരീടങ്ങൾ ധരിച്ചുകൊണ്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്, കിരീടങ്ങൾ നിലത്തിട്ടുകൊണ്ട് അവർ സാഷ്ടാംഗം വീണുകിടന്ന് അവർ ദൈവത്തെ പരിശുദ്ധൻ എന്ന് ആർപ്പിടുകയാ. അതാ അവർക്ക് ദൈവസന്നിധി നിൽക്കുവാനുള്ള യോഗ്യത കൊടുക്കുന്നത്. അഹങ്കാരത്തിന്റെ ചീർക്കുന്ന അനുഭവത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നാൽ ക്രിസ്ത്യാനിറ്റിയിലെ യഥാർത്ഥ ലൈഫ് നമ്മൾ ആസ്വദിക്കാൻ പോകും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ? ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം,
കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിനെ ഇന്നുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്തവർ യേശുവുമായൊരു കണ്ടുമുട്ടുവാനുള്ള ഒരു അവസരം ദൈവം ഇന്ന് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾ ഇവിടുന്ന് മടങ്ങുമ്പോൾ നിങ്ങളൊരു പരാജയപ്പെട്ടവനാണ് നിങ്ങളെ നോക്കി നിങ്ങൾ തന്നെ പറയരുത്. കാരണം ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണെന്ന് നിനക്ക് പറയാൻ കഴിയണം. നിൻ്റെ മനസ്സിൻ്റെ കൺസെപ്റ്റ് എന്താണോ, നിൻ്റെ മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന ചിന്താധാരകൾ എന്താണോ, അതിനനുസരിച്ച് മാത്രമേ വളരാൻ നിനക്ക് കഴിയുകയുള്ളൂ. നിൻ്റെ ജീവിതത്തിൻ്റെ കുരുക്കഴിക്കാൻ മതിയായ ഒരു ദൈവമാണ് ഈ ദൈവം എന്ന് വിശ്വസിച്ചാൽ ദൈവം അത്ഭുതകരമായി നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്ന നിനക്ക് കാണാൻ കഴിയും. അടുത്ത ലെവലിലേക്ക് നിന്നെ വളർത്താൻ പോവുകയാണ്. ഇതിനകത്ത് നിൽക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസം കുറേ അഭിഷിക്തന്മാരെ അടുത്ത ലെവലിലേക്ക് ദൈവം ഉയർത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് അവരുടെ കൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ 2024 പിന്നെ നിങ്ങൾക്ക് അവരുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവരുടെ ലെവൽ ദൈവം മാറ്റുകയാണ്. അവരുടെ മേൽ ദൈവം അഗ്നി അയക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ദിവസം രാത്രിയുടെ യാമങ്ങളിൽ 1 മണി വരെയും 12 മണി വരെയൊക്കെ തുടർമാനമായി പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ഒരുപറ്റം ചെറുപ്പക്കാരെ ഞാൻ കണ്ടു. അവരുടെ ഉള്ളിൽ ദൈവം അഗ്നിയിട്ടിരിക്കുകയാണ്. പണ്ട് ഫേസ്ബുക്കും വാട്സാപ്പും ലോകത്തിൻ്റെ പാപങ്ങളിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഈ മനുഷ്യരെ ഇങ്ങനെ ആക്കിയത് തമ്പുരാനല്ലാതെ ഒരു മനുഷ്യൻ്റെ ഒന്നുമല്ല. അവരെ ആർക്കും ബ്രെയിൻ വാഷ് ചെയ്യാൻ കഴിയില്ല. അവർ ബുദ്ധിമാന്മാരാണ്, അവർക്ക് ജ്ഞാനമുണ്ട്, അവർക്ക് കഴിവുണ്ട്. പക്ഷെ അവരെ അങ്ങനെ ആക്കി തീർത്തത് തമ്പുരാൻ അവരെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളിലൊരു റിവൈവൽ നടക്കാൻ പോവുകയാണെന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ റിവൈവൽ നടക്കാൻ പോവുകയാണെന്ന്, നിങ്ങളുടെ സഭയിൽ ഒരു റിവൈവൽ നടക്കാൻ പോകുന്ന എന്നതിൻ്റെ തെളിവെന്താണ്? തിരുവചനം വായിക്കാൻ തുടങ്ങുന്നു, നിരന്തരമായി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു, നീ വീണടത്തുനിന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകുന്നു, നീ യേശുക്രിസ്തുവിനെ ധരിക്കാൻ തയ്യാറാകുന്നു. നീ ഒരു പടപ്പുറപ്പാടിന് എന്ന പോലെ നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിരാശയുടെ പാണ്ടക്കെട്ടുകളെ വലിച്ചെറിഞ്ഞിട്ട് നീ ക്രിസ്തുവിൻ്റെ ആയുധങ്ങളുമായി രണാങ്കണത്തിലേക്ക് ഇറങ്ങി വരികയാണ്. കഴിഞ്ഞ കാല ജീവിതങ്ങളിലൂടെ നീ വീണ്ടും യാത്ര ചെയ്താൽ നിൻ്റെ ജീവിതം തികച്ചും ഒരു പരാജയമായിരിക്കും. എന്നാൽ അഭിഷേകത്തിൻ്റെ പുത്തൻ തേരിലേറി യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ നിൻ്റെ ജീവിതം ഒരു അത്ഭുത ലോകമായി ദൈവം മാറ്റാൻ തുടങ്ങും. എത്ര പേർക്ക് അങ്ങനെ താല്പര്യമുണ്ട്? കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ഉയർത്തുന്ന കരങ്ങളൊരു തീരുമാനമെടുക്കണം. നിങ്ങൾ ഇന്നു മുതൽ ഒരു 5 അധ്യായമെങ്കിലും ബൈബിൾ വായിക്കാൻ തുടങ്ങണം. വായിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ ഹൃദയത്തിലിട്ട് ധ്യാനിക്കാൻ തുടങ്ങണം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്നിവിടെ കേൾക്കുന്ന വർഷിപ്പിൻ്റെ മ്യൂസിക് ഉണ്ടല്ലോ, ഇതുപോലെ സമാന്തരമായി മറ്റൊരു ലോകത്തിൻ്റെ മ്യൂസിക് ചിലപ്പോൾ നീ ഇരിക്കുന്ന വണ്ടിക്കകത്തോ വീട്ടിൻ്റെ അകത്തോ ഉണ്ടെങ്കിൽ, നീ ഞായറാഴ്ച കേൾക്കുന്ന 2 മണിക്കൂറിലെ മ്യൂസിക്കിന് അപ്പുറത്ത് കേൾക്കുന്ന 8 മണിക്കൂർ മറ്റേ മ്യൂസിക്കിൻ്റെ അകത്തൂടെ നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ദുഷ്ടപിശാചാണ്. കാരണം നോ മ്യൂസിക് ഈസ് ന്യൂട്രൽ. ഏത് മ്യൂസിക്കിൻ്റെയും പിന്നിൽ ഒരു സ്പിരിറ്റ് തലമുണ്ട്, ഒരു സ്പിരിറ്റ് തലമുണ്ട്, ഒരാത്മാവിൻ്റെ ചലനമുണ്ട്. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുക. അതാ നീ പറയുന്നത്, എനിക്ക് ഭയങ്കര സന്തോഷം ഇവിടെ നിന്നപ്പോൾ. പക്ഷെ നീ വീട്ടിലോട്ട് പോയപ്പോൾ നിനക്കുണ്ടായ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്ത് അതുകൊണ്ട് നിനക്ക് നിരാശയും ദുഃഖവും ഉണ്ടാവുകയാണ്. സ്നേഹിത, എപ്പോഴും ഈ ആത്മാവിൻ്റെ തലത്തിൽ തന്നെ നീ നിന്നാൽ ജീവിതം വളരെ അനുഗ്രഹദായകമാണ്. തന്നെയല്ല, നീ ചെയ്യുന്ന കാര്യം നിനക്ക് 1 മണിക്കൂർ കൊണ്ട് ഒരു എസ്സേ എഴുതണമെങ്കിൽ നീ ആ ഒരു 20 മിനിറ്റ് പോലും നിന്നെ എടുപ്പിക്കുകയല്ല തമ്പുരാൻ. സാധാരണ കുഞ്ഞുങ്ങളോട് പറയാം, നിനക്ക് ജീവിതത്തിൽ ഇതുവരെ ഒരു മാർക്ക് കിട്ടാത്ത കുഞ്ഞാണോ, നിന്നെ ക്ലവറാക്കി, നിന്നെ ഇൻ്റലക്ച്വലി അവൻ വളർത്താൻ തുടങ്ങും ദൈവം നിന്നെ. നീ ചെയ്യുന്ന ജോലിക്ക് അകത്ത് നിനക്ക് എതിരെ ഒരു നാവ് ഉയരാതെ വണ്ണം നിന്നെ അവൻ അഭിഷേകത്തിൻ്റെ തലത്തിൽ ഉയർത്തി നിർത്തും. നിന്നെ അവൻ വാലല്ല തലയാക്കി ദൈവം നിന്നെ ഉയർത്തും, മാനിക്കും. നിന്റെ പ്രൊമോഷനെ വൈകാനും തടസ്സം വെക്കാനും ആർക്കും കഴിയുകയില്ല. ഇന്ന് ഈ ഒരു ആത്മമണ്ഡലം ഇവിടെ തുറന്നു വിടുകയാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോണം, സ്വീകരിച്ചിട്ട് മടങ്ങിക്കൊള്ളണം. ഞാൻ അതിലേക്ക് ചവിട്ടാൻ പോവുക വിശ്വാസത്തോടെ എന്ന് പറഞ്ഞ് അതിലേക്ക് എൻ്റർ ചെയ്യുക. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അടുത്ത ഒരു തലം നിൻ്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. നിനക്കിനി നിൻ്റെ വീട്ടിലിരിക്കുന്നവരെല്ലാം വെറുതെ ഇങ്ങനെ കയ്യും കൊട്ടി ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ നിനക്ക് നിന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇനി നീ അതിൻ്റെ ഏറ്റവും മൂപ്പനായി മാറാൻ പോവുകയാണ്. ദൈവം അങ്ങനെ ഒരു തലത്തെ നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഞാനും വീട്ടിൽ പ്രാർത്ഥനയ്ക്കൊക്കെ എതിരും മാറി നിന്നവനുമൊക്കെയാണ്. പക്ഷേ കണ്ടല്ലോ, 30-ാമത്തെ വയസ്സ് മുതൽ ഈ പുസ്തകവുമായിട്ട് ഞാൻ ഇറങ്ങാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞ് ഈ ഗ്രന്ഥം നീയും എടുക്കണം, വെറുതെ എവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിക്കരുത്. തിരുവചനത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞത് ഇതിനകത്ത് എനിക്കറിയാം.
പ്രായോഗിക തലത്തിൽ ഇന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പ്രവേശിക്കാത്ത പലരുമുണ്ട്. പ്രാക്ടിക്കൽ ലൈഫിൽ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അനുഭവിക്കാത്തവരുണ്ട്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, പ്രിയപ്പെട്ട കുഞ്ഞെ, ധൈര്യത്തോടെ നീ ഒരു വിവാഹത്തിലേക്ക് എടുത്തു കാലുവെക്കാൻ പറ്റില്ല. കാരണം ദൈവാലോചന ഇല്ലാത്ത ഒന്നാണെങ്കിൽ പരാജയപ്പെടാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ നീ ധൈര്യത്തോടെ ദൈവവചനത്തിലേക്ക് കാലെടുത്തു വെച്ചു, ഈ സഭയിലേക്ക് നീ കാലെടുത്തു വെച്ചു, യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, യേശുവിൻ്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട ദൈവഭക്തന്മാരുടെ കൂട്ടായ്മയിലേക്ക് ധൈര്യമായി നീ കാലെടുത്തു വെച്ചു. നിന്റെ മതം നിന്നെ രക്ഷിക്കില്ല. ഏത് മതമാണ് നിന്നെ രക്ഷിച്ചിട്ടുള്ളത്? നീ ഐസിയുയിൽ കിടന്നപ്പോൾ പ്രാർത്ഥിച്ച ദൈവമക്കൾ, അവർ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞ ഈ വിഷയത്തോട് കൂറ് പുലർത്താൻ വേണ്ടി ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. മറിയത്തിൻ്റെ ഉദരത്തിൽ യേശു വന്ന് പിറക്കുകയാണ്. നിങ്ങൾക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത, ഇല്ലായ്മയെന്ന സകലത്തെ ഉളവാക്കാൻ കഴിയുന്നവനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെയും സാറായിയുടെയും വന്ധ്യത അറിഞ്ഞിട്ടും ആശയ്ക്ക് വിരോധമായി അവർ ദൈവത്തിൽ വിശ്വസിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് സാറായിയുടെ ഉദരത്തിൽ, നിർജീവമായ ആ ഉദരത്തിൻ്റെ അകത്ത് ഒരു ശിശു ജനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം, എന്നെ കർത്താവ് തിരിക്കുന്നത് ചില ഗർഭപാത്രങ്ങളോട് ബന്ധപ്പെട്ട ബന്ധനമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ നോക്കുന്നുണ്ട്. അവരുടെ ഉദരത്തെ ദൈവം തുറക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ആദ്യത്തെ ശാപം വന്നത് പിശാചിൽ നിന്നല്ല, ആദ്യം ശപിച്ചത് ദൈവമാണ്. മനസ്സിലായില്ല? ആരാ ശപിച്ചേ? ആദ്യം എന്തിനാ ശപിച്ചേ? ദൈവം തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം ആ കൽപ്പന കൊടുത്തു, കമാൻഡ് കൊടുത്തു. പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനകളെ നിരസിച്ചപ്പോൾ ദൈവം ശപിക്കുകയാണ്. സ്ത്രീയെ, നീ വേദനയോടെ നീ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിങ്കലായിരിക്കും. പാമ്പിനെ ശപിക്കുകയാണ്. നിങ്ങൾ എന്നോട് ഉണ്ടോ? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിൽ ശാപം സ്വയമായി വലിച്ചു വെക്കരുത്. തിരുവചനം നിന്നെ രക്ഷിക്കാൻ വരുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യരുത്. നീ നിൽക്കുന്ന മതത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് കാലെടുത്ത് പറിച്ചു നട്ട് വീണ്ടും ജനിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ആത്മാഭിഷേകം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക. അവൻ മധ്യാകാശത്തിൽ വന്ന് നിന്റെ പേര് വിളിക്കും. ജിസേ, ജെയിം ബ്രദറെ എന്ന് വിളിക്കുക. അത് ഞാനിടുന്ന പേരാണ്. എന്നെ ഇനി റവറൻ ഡോക്ടർ പാസ്റ്റർ എന്നൊക്കെ വിളിച്ചാലേ ഞാൻ വരുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ചിലർക്ക് പിന്നെ അങ്ങനെയാണ്. അങ്ങനെ ഒരു വിളി കിട്ടിയാലേ നീ പോകണ്ട, നീ പോവുകയില്ല. ഈ ഭൂമിയിൽ ഇങ്ങനെ ഈ കിരീടങ്ങളെല്ലാം അണിഞ്ഞ് നിൽക്കുന്നവനെല്ലാം ദൈവം കൈവിടാൻ പോവുകയാണ്. താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകാൻ പോവുകയാണ്. മധ്യാകാശത്തിൽ യേശു വരാൻ പോവുകയാണ്. വീണ്ടും വീണ്ടും ഞാൻ വിളിച്ചു പറയട്ടെ, യേശു വരാൻ പോകുന്നത് കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തലയുയർത്തി നോക്കണം. കാരണം നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വീണ്ടെടുപ്പ് ദൈവം അടുപ്പിച്ചിരിക്കുക. ഏറെ താമസിയാതെ മധ്യാകാശത്തിൽ യേശു വരാൻ പോവുകയാണ്. കൈവിടപ്പെട്ടു പോകരുതേ. നിന്നെ ഓർത്തഡോക്സ് പള്ളിയിലോ മലങ്കര യാക്കോബൈറ്റ് പള്ളിയിലോ ഏത് പള്ളിക്കകത്ത് എത്ര വലിയ കൊട്ടാരത്തിൻ്റെ അകത്ത് നിന്നെ കൊണ്ട് അടക്കിയാലും യേശു വരുമ്പോൾ പോയില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാണ്. ആരവിടെ ദൂതാ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതായത്. ഇല്ലാതിരിക്കുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഇത് യൂട്യൂബിലൂടെ പോകുന്നുണ്ട്, പലരും വാച്ച് ചെയ്യുന്നുണ്ടാകാം. അവരോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്ന സഭയാണ് വലുതെന്ന് കരുതുന്ന പലരുമുണ്ട്. കുഞ്ഞെ, അതൊരു മതമായി തരം താഴ്ന്നതാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് വരണം. അവിടെ മരിച്ചവരില്ല, അവിടെ ജീവിക്കുന്നവരാണ്. ജീവിക്കുന്നവരുടെ ദൈവമാണ് അവൻ. നിങ്ങൾ വേണ്ടുന്നില്ല. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞു. അപ്പം ഇവിടെ യേശു മറിയയുടെ ഉദരത്തിൽ പിറക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വൈഭവമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ദൈവത്തിൻ്റെതായ പ്രത്യേക നിലപാടുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. ഗോഡ്സ് മിറക്കിൾസ് ആർ ക്രിയേറ്റീവ്. അതെന്ന് പറഞ്ഞാൽ സൃഷ്ടിപരമാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത മണ്ഡലത്തിൽ ദൈവത്തിന് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. ഉദാഹരണമായി ചെങ്കടലിനെ പിളർത്തിയ സംഭവം നിങ്ങൾ നോക്കുകയും എത്ര അത്ഭുതകരമായിട്ടാണ് 40 ലക്ഷം വരുന്ന 30 ലക്ഷം വരുന്ന ജനത്തെ അതിലൂടെ ഉണങ്ങിയ നിലത്തൂടെ എന്ന പോലെ കടത്തിവിടുന്നത്. സ്നേഹിത, ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന നിന്റെ മുമ്പിൽ ചെങ്കടലും പിറകിൽ പറവോനും ഉണ്ടെങ്കിലും സാരമില്ല. നീ വിളിക്കുന്ന ദൈവം ഇതിൻ്റെ നടുവിൽ ഒരു പാത തുറക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരു പാത തുറക്കാൻ പോവുകയാണ്. നിന്നെ വിഴുങ്ങാൻ വേണ്ടി പിറകിൽ പറവോൻ്റെ സൈന്യം വരുന്നുണ്ടാകാം.
ഒരുപക്ഷെ അത് കപ്പിയാരോ പള്ളിയിലച്ഛനോ ആരുമാണോ എനിക്കറിയത്തില്ല. എനിക്ക് ഏതെങ്കിലും മതത്തിൻ്റെ പൂജാരിയോ പുരോഹിതനോ ആണോ എന്ന് എനിക്കറിയില്ല. നിന്റെ പിന്നാലെ വരുന്ന പറവോൻ ആരാണെങ്കിലും നീ പേടിക്കേണ്ട. കാരണം നിന്നെ വിഴുങ്ങാതെ വണ്ണം ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടത്തുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. അവൻ്റെ പേര് യേശുവെന്നാണ്. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നിന്നെ വിളിച്ചവൻ സർവശക്തനാണ്. അവൻ അസാധ്യമായ ഒന്നുമേയില്ല. അവൻ വിളിച്ചവരാരും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. എന്തു തിന്നും എന്തു കുടിക്കും എന്നിങ്ങനെ അവരാരും ആകുലപ്പെട്ടിട്ടില്ല. കാക്കയെ അയച്ചവൻ ആഹാരം കൊടുത്തിട്ടുണ്ട്. കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ ഒരു നാളും. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനല്ലേ? ആണോ? ഇവിടെ പറ. വിളിച്ച ദൈവം വിശ്വസ്തനാണോ? വിളിച്ച ദൈവം വിശ്വസ്തനാണോ? വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഉറപ്പുള്ളവർ കരമയത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലേ? അവൻ വാക്കുപാലിക്കുന്നവനല്ലേ? അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനല്ലേ? അവൻ ഇന്ന് വരെ എന്നെ നടത്തിയത് അത്ഭുതകരമായിട്ടല്ലേ? അവൻ നമ്മളെ കൈവിട്ടിട്ടുണ്ടോ? അവൻ ഇതുവരെ നമ്മളെ നിന്ദിക്കപ്പെടുവാൻ അനുവദിച്ചിട്ടുണ്ടോ? അവൻ എവിടെയെങ്കിലും കൈവിട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിത ചരിത്രമാണ് നിങ്ങളുടെ സാക്ഷ്യത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. ഈ ദൈവം നല്ലവനാണ്, അവൻ വല്ലവനാവൻ. അവൻ വിളിച്ചിറക്കിയവനെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന മാന്യമായി നടത്തുന്നവനാണ്. എനിക്കിത് പ്രസംഗിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ അനുഭവം അല്ലെങ്കിൽ ഇത്രയും ആവേശം എനിക്ക് ഉണ്ടാവുമോ? നിങ്ങളിൽ ഒരാളെ ഇതിൻ്റെ അകത്ത് കയറ്റി നിർത്തിയാൽ ചിലപ്പോൾ എന്നെക്കാൾ വലിയ തീയായിരിക്കും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ അനുഭവങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തിട്ട് പൂട്ടി നിന്നെ മാനസിക രോഗാശുപത്രിയിൽ കൊണ്ടുപോയി ലോക്ക് ചെയ്ത് നിന്റെ ജീവിതത്തെ നശിപ്പിക്കുമെന്ന് നിനക്കെതിരെ തിമിർത്തുവാരി പിശാച് പറഞ്ഞപ്പോഴും സ്വർഗത്തിലെ തമ്പുരാൻ അതിനൊന്നും സമ്മതിക്കാതെ അവരൊക്കെ ഒരുക്കിയ നിലത്തിനെ അടിത്തറകളെ ഇളക്കി നിന്നെ അവൻ പുറത്തു കൊണ്ടുവന്നില്ലേ കുഞ്ഞേ? നിന്റെ തലമുറകൾ നിന്ദിക്കപ്പെടുമെന്ന് നശിച്ചു പോകുമെന്ന് പറഞ്ഞെടുത്ത് ഇന്ന് അവരെ ദൈവം മാനിച്ചില്ലേ? അതിൻ്റെ അർത്ഥം ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിരവധിയായ അനുഭവങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, വളരെ വിശാലതകൾ നിറഞ്ഞതാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെ അങ്ങനെയാണ്. ഇതാ ഒരു സ്ത്രീയുടെ കന്യകയായ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ യേശു വന്ന് പിറക്കുകയാണ്. ഓരോ അത്ഭുതത്തിൻ്റെ പിന്നിലും ഒരു മെസ്സേജും ഒരു മീനിങ്ങും ഉണ്ട്. അതിന് ദൈവം ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളുടെ പിന്നിലും ദൈവത്തിന് പലതും നമ്മളോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾ വേദപുസ്തകത്തിൽ തുറന്നു വായിച്ചാൽ മനുഷ്യ ജീവിതത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും അതിലൂടെ കടന്നുപോയ മനുഷ്യരും അതിനെ സർവൈവ് ചെയ്യുക മാത്രമല്ല, റോയലായി രാജകീയമായി അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ വേദപുസ്തകം വായിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിയാൽ നിങ്ങളെപ്പോലെയോ എന്നെപ്പോലെയുള്ള പച്ചയായ മനുഷ്യർ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ സമരമുഖത്ത് നിന്നപ്പോൾ നശിച്ചു പോകാതെ അത്ഭുതകരമായി ജയാളികളായി പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവമാണ് ഈ ബൈബിൾ എഴുതിച്ചു വെച്ചിരിക്കുന്നത്. ഇത് പരാജയപ്പെട്ടൊരു ദൈവമല്ല. അടുത്ത സീസണിൽ കാണാമെന്ന് പറഞ്ഞു പോകുന്ന ഒരു സീസണൽ ദൈവമല്ല എൻ്റെ ദൈവം. ഇപ്പോൾ കൊറോണ കാലമായി, എനിക്ക് മാസ്ക് ധരിക്കണം, എനിക്ക് വരാൻ നിവൃത്തിയില്ല, മറ്റേ കോവിഡിൻ്റെ വാക്സിൻ എടുത്തിട്ടില്ല, വരാൻ പറ്റുകയില്ലെന്ന് പറയുന്നവനല്ല എൻ്റെ ദൈവം. നീ എവിടെ വിളിച്ചാലും ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം. അവൻ്റെ പേര് നിങ്ങളൊന്ന് ഉറക്കെ പറഞ്ഞേ, ഉറക്കെ ഒന്നുകൂടെ പറഞ്ഞേ, നല്ലപോലെ പരിചയപ്പെടുന്ന ഈ പേര് ഒരിക്കലും മറന്നു പോകരുത്. ഏത് വിഷയം വന്നാലും ആദ്യം വിളിക്കേണ്ടത് മറിയമേ എന്നല്ല, യേശുവേ എന്നാ. നിങ്ങൾ ഓർത്തിട്ടുണ്ടാകും, യേശു ഈ മറിയത്തിനെ പ്രസവത്തോട് ബന്ധപ്പെട്ട കാര്യമൊക്കെ പറയുമ്പോൾ മറിയത്തെ അപദാനങ്ങളെ കീർത്തിക്കാനാണ്. എൻ്റെ ജോലി അതല്ല. ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ സന്തതിയായി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പൗലോസ് പറയുന്നു. യേശുവിനെ ഗർഭം ധരിച്ച മറിയയാണ് എൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞില്ല. യേശുവിനെ വളർത്തച്ഛനായ യോസഫാണ് എൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞില്ല. എൻ്റെ സുവിശേഷം മരിച്ചിടത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ്.
ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് ക്രൗഡിനോട് ബന്ധപ്പെട്ടാണ് മെസ്സേജ് ദൈവം തരുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, ചിലപ്പോൾ രക്ഷിക്കപ്പെടാത്തവർ ഉണ്ടാകാം, എന്നെ കേൾക്കാൻ പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, അബ്രഹാമിനോട് ചോദിച്ചേ. അബ്രഹാം പറയും, ഇല്ലായ്മ എന്ന സകലത്തെ ഉരുവാക്കാൻ കഴിയുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ മിറക്കിളിൻ്റെ പ്രശ്നം, പ്രത്യേകത ഇല്ലായ്മയെന്ന്. നമ്മൾ H2O ഹൈഡ്രജൻ്റെ 2 ആറ്റവും ഓക്സിജൻ്റെ 1 ആറ്റവും കൂടെ വെച്ചിട്ട് വെള്ളം ഉണ്ടാകട്ടെ എന്ന് പറയും. വെള്ളം ഉണ്ടാകാൻ സ്വാഭാവികമായി ഉണ്ടാകും. നമ്മൾ സ്വാഭാവികമായ ഒരു വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ട് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷേ 15,000 രൂപ പോലും ശമ്പളമില്ലാത്ത ജോലിയിലേക്ക് പ്രവേശിച്ച് ഗത്യന്തരമല്ലാതെ ജോലി എടുക്കേണ്ടി വരുന്നു. എന്നാൽ ക്വാളിഫിക്കേഷൻ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ കരം കൂടെ ചലിക്കുന്നവർ പറയും, ഞങ്ങളുടെ യോഗ്യതയല്ല ബ്രദറെ, ഞങ്ങളെ ഈ പൊസിഷനിലേക്ക് ഉയർത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങൾ വേണ്ടുന്നില്ല. എന്നാൽ ഞാൻ തിരിച്ചു പറയും, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് നിങ്ങളെ. ഇപ്പോൾ സുവോളജി ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഹെഡായിട്ടാണ്, ഹെഡല്ല, ബോർഡ് ഓഫ് സ്റ്റഡീസ്, അതിൻ്റെ ഒരു എന്താ അതിൻ്റെ പൊസിഷൻ, ചെയർമാൻ. ഓക്കെ, ആ ചെയർമാൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് മാഡം ഇവിടെ ഇരിക്കുന്നത്. ആ സഹോദരി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ സഹോദരിയുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. CMSൽ പ്രൊഫസറായി ആദ്യം ജോലി കിട്ടിയപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ആ മകൾക്കത് കൊടുത്തതാണ്. വേറെ പലരും ചിലപ്പോൾ ആ ജോലിക്ക് വേണ്ടി കാത്തു നിന്നിട്ടുണ്ടാകാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിരതെറ്റി വരുന്ന ഒരു തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ കൃപയാണ്. നീ ഓർഡറിൽ ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ, ഫസ്റ്റായിട്ട് നിലനിൽക്കുന്ന പലതും, റാങ്കിങ്ങിൽ ഫസ്റ്റായിട്ട് നിൽക്കുന്നത് പലതിനെയും മാറ്റിവെച്ചിട്ട് പിറകിൽ നിൽക്കുന്ന നിന്നെ മുന്നിൽ കൊണ്ടുവന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. നിന്നെ ജീവിത പങ്കാളി സ്വീകരിക്കപ്പെടാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത മറ്റൊരുത്തൻ്റെ അടുക്കൽ നിന്നെ കൊണ്ടുവന്നതിന് കാരണം ദൈവത്തിൻ്റെ കൃപയാണ്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. ലോകത്തിൽ അനേകർ പട്ടുപോയപ്പോഴും നീ ജീവനോടെ ഇന്ന് ഇരിക്കാൻ കാരണം അത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം നിന്നോടും നിന്റെ കുടുംബത്തോടും കാണിച്ച ദൈവത്തിൻ്റെ സ്നേഹമാണത്. നിന്റെ ഔദാര്യം, നിന്നോട് കാണിച്ച ദൈവത്തിൻ്റെ ഔദാര്യമാണ്, ദൈവത്തിൻ്റെ ഫേവറാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അവനോട് പ്രസാദം തോന്നി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അവനെ അനുഗ്രഹിക്കണമെന്ന് എനിക്ക് പ്രസാദം തോന്നി എന്ന് ദൈവം നിന്നെ നോക്കി പറയുകയാണ്. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ മിറക്കിൾ നമ്മുടെ ജീവിതത്തെ തൊട്ട് കഴിഞ്ഞാൽ അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സാധ്യതകളില്ലെങ്കിലും നമ്മൾ പറയുന്ന സ്റ്റെപ്പുകളിലൂടെയല്ല ദൈവം ചുവടുവെപ്പുകൾ നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിലെ സ്റ്റെപ്പുകളെ ദൈവം സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും പറയുന്ന പ്രോസസ്സിലൂടെയല്ല ഒരു കുഞ്ഞിപ്പോൾ ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കന്യകയുടെ ഉദരത്തിൽ ഈ കുഞ്ഞ് ജനിച്ചത് ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് സഹവസിച്ചപ്പോഴല്ല, സ്വർഗത്തിലെ തമ്പുരാൻ തീരുമാനിച്ചു അവളുടെ ഉദരത്തിൻ്റെ അകത്തൊരു ശിശുവിനെ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കാൻ ഒരു കന്യകയുടെ ഉദരം തുറന്ന ദൈവത്തിന് അതേ ഉദരത്തിൽ നിന്ന് ആ കുഞ്ഞിനെ പ്രസവത്തിലൂടെ അല്ലാതെ പുറത്തു കൊണ്ടുവരാനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രമാത്രം മനസ്സിലാക്കുക. കാരണം യോസഫിന് മറിയയെ കൊടുക്കുമ്പോൾ മറിയ കന്യകയായിരിക്കണം. ഒരു പ്രസവിച്ച സ്ത്രീ കന്യകയല്ല, അവളുടെ ഉദരത്തിൽ യേശു വന്ന് പിറന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഇനി തിയോളജിക്കൽ എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറേറ്റൊക്കെ എടുത്തവർ വാദിച്ചാൽ നമുക്ക് തമ്മിൽ വാദിക്കാം. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ, കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ ദൈവം അത്ഭുത മന്ത്രിയാണ്. ഇത് ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ നനച്ചിരിക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടാൻ പോവുക. നിങ്ങൾ കരുതുന്ന സ്റ്റെപ്പുകളും ചുവടുവെപ്പുകളും ഇതിനാവശ്യമില്ല. ദൈവത്തിൻ്റെ അത്ഭുതത്തിന് നീ വിശ്വസിച്ചാൽ മതി, ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടാൻ പോവുക. നീ കണ്ണടച്ചു തുറക്കും മുമ്പ് നിന്റെ മുമ്പിൽ ഈ അത്ഭുതം നിനക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കും. ഇതാണ് അത്ഭുതത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിൻ്റെ കൈവപ്പുണ്ട് ഓരോ അത്ഭുതത്തിൻ്റെ മുകളിലും. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഓരോ മിറക്കിളിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ കൈവയ്പുണ്ടാകാൻ പോവുകയാണ്. നിന്റെ മാനുഷിക പ്രയത്നത്തിന് ചെയ്യാൻ കഴിയാത്തത് അവൻ്റെ വണ്ടർ, അവൻ്റെ മിറക്കിൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ചെയ്യും. ഇതാണ് അതിൻ്റെ മെസ്സേജ്. പ്രിയപ്പെട്ടവരെ, വാട്ട് ഗോഡ് ഡിഡ് ടു മേരി ഇൻ പ്രിൻസിപ്പിൾ ഹീ ഈസ് കമ്മിറ്റഡ് ടു ഡു ഫോർ അസ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ, മറിയത്തിൻ്റെ ജീവിതത്തിൽ ഇൻ പ്രിൻസിപ്പിൾ, തത്വത്തിൽ എന്തു ചെയ്തോ, എന്താ ചെയ്തേ? അവളുടെ ഉദരത്തിൽ പുരുഷ സ്പർശമേക്കാതെ
ഒരു കുഞ്ഞിനെ, ഒരു ശിശുവിനെ പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കി. അങ്ങനെയാണെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് നിന്റെ ജോലിയുടെ പ്രൊമോഷൻ വരാൻ പോവുകയാണ്, ഇല്ലായ്മയിൽ നിന്ന് നിന്റെ സൗഖ്യം നടക്കാൻ പോവുകയാണ്, ഇല്ലായ്മയിൽ നിന്ന് നിനക്കൊരു ട്രാൻസ്ഫർ ഉണ്ടാകാൻ പോവുകയാണ്, ഇല്ലായ്മയിൽ നിന്ന് നിന്റെ കടബാധ്യത ദൈവം എഴുതിത്തള്ളാൻ പോവുകയാണ്, ഇല്ലായ്മയിൽ നിന്ന് നിന്റെ അത്ഭുതകരമായ രോഗസൗഖ്യം നീ പ്രാപിക്കാൻ പോവുകയാണ്. നിന്റെ തലമുറകളിൽ വഷളായി പോയ തലമുറകളെ മടക്കി പിടിക്കുവാൻ, തിരിച്ചു പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നിനക്ക് അവരെ മടക്കി തരാൻ പോവുകയാണ്. വഷളായി പോയ തലമുറയെ ദൈവം നന്നാക്കാൻ പോവുകയാണ്, അവരെ അഭിഷിക്തരാക്കി മാറ്റാൻ പോവുകയാണ്. ഇതൊരു പ്രവചനമാണ്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുകയാണ്. മിറക്കിൾ, അത്ഭുതമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഗോഡ്സ് വേ ഓഫ് മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ഹിസ് പീപ്പിൾ. അവൻ്റെ ജനത്തിന് വേണ്ടി അവൻ അവർക്ക് ഏതു വിധേനയും കൊടുത്തിരിക്കും. അവരുടെ അപ്പം മുടക്കാൻ ആർക്കും കഴിയില്ല, അവരുടെ പാർപ്പിടം മുടക്കാൻ ആർക്കും കഴിയില്ല, അവരുടെ ജോലിയെ മുടക്കാൻ അവർക്ക് കഴിയില്ല, വാഗ്ദത്തങ്ങളെ മുടക്കാൻ ആർക്കും കഴിയില്ല. ഒരു വാഗ്ദത്തത്തിലെ മുടക്കം വരുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിൻ്റെ അവിശ്വാസം മാത്രമാണ്. നീ ഇൻ്ററാക്ട് ചെയ്യുന്ന പീപ്പിൾ, നീ ഇടപെടുന്ന മനുഷ്യർ അവിശ്വാസികളാണെങ്കിൽ അവരോട് കൂടുതൽ സംസാരിക്കരുത്. കാരണം അവരോട് അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഒഴിഞ്ഞിട്ട് നീ മാറിപ്പാർക്കുക. വിശ്വാസികളോടുകൂടെ നീ സഹവസിക്കുക. അവിശ്വാസികളോട് നീ കൂടെ നടന്നാൽ നിന്റെ ജീവിതത്തിലെ രോഗം കാഠിന്യമേറുകയുള്ളൂ, നിന്റെ പ്രശ്നങ്ങൾ കുരുക്കാവുകയുള്ളൂ. എന്നാൽ വിശ്വാസികളോടുകൂടെ നീ സമയം ചെലവഴിക്ക്. നീ അവരിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വചനം കേൾക്കും. വിശ്വാസത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന റോമാലേഖനത്തിൽ നമുക്ക് പൗലോസ് പറയുകയാണ്, ഇതാ വിശ്വാസത്തിന്റെ വചനം ഇതാ ഞങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നു, അത് ഞങ്ങളുടെ അധരത്തിലും ഞങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. വിശ്വാസത്തിന്റെ വചനം തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കർത്താവാണെന്ന് പറഞ്ഞാൽ അവൻ എല്ലാത്തിൻ്റെയും കർത്താവാണ്, എന്നെ രക്ഷിക്കാൻ അവന് കഴിയുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞ്. അത്ഭുതമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയെ വിശ്വാസികൾക്ക് തെളിയിക്കുന്ന സംഭവമാണ്. ഒരു വിശ്വാസി പോലും വിശ്വാസി എന്ന് വെറുതെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് വിശ്വാസിയാകണ്ട. സ്വന്തം ജീവിതത്തിൽ ഒരു മിറക്കിൾ കണ്ടിട്ട് അവൻ വിശ്വാസിയായാൽ മതി. നിങ്ങൾ മിണ്ടുന്നില്ല. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞു. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പല ക്രിസ്ത്യാനികൾക്കും അറിയത്തില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ജീവനാണ്. ദൈവത്തിൻ്റെ ജീവിതം നിന്നിൽ ജീവിക്കുകയാണ്. ദൈവം നിന്നിൽ ജീവിക്കുക. എത്രയൊക്കെ പറഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയത്തില്ല. നിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ആർജിച്ച നിൻ്റെ ശരീരത്തിൻ്റെ ഘടനയും നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളും നിൻ്റെ സ്വഭാവ വൈകല്യങ്ങളും നിന്നെ പിന്തുടർന്നു വന്ന ഭൂതങ്ങളും നിൻ്റെ ജീവിതത്തിലേക്ക് പാരമ്പര്യമായി കടന്നു വന്നിരിക്കുന്ന പലവിധത്തിലുള്ള ഗുണങ്ങളും ദുർഗുണങ്ങളും ഇതെല്ലാം നിന്നെ ഒരു സാധാരണ മനുഷ്യനാക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ അത്ഭുതകരമായി ജീവിക്കുന്ന, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ പാപത്തെയും ലോകത്തെയും പിശാചിനെയും ജയിക്കുന്ന ഒരു അത്ഭുത ജീവിതത്തിൻ്റെ ഉടമകളാണ്. ഈ ജീവനാണ് നിനക്ക് കൈമാറുന്നത്. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ വളരെ പരിതാപകരമായ ജീവിതമാണെങ്കിലും നിങ്ങൾക്ക് നിത്യജീവൻ ലഭിച്ചു എന്നതിൻ്റെ തെളിവെന്താണ്? നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച്ഡ് ആയിരിക്കുകയാണ്. ഇന്നലകളിൽ ഈ ദേശത്തുകൂടെ ഒരു ഫ്ലൂ പോയാൽ നിന്നെ പിടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫ്ലൂ പോയിട്ട് ഏത് രോഗം വന്നാലും നിന്നെ അത് അലട്ടുന്നില്ല, നീ അത് അറിയുന്നില്ല. കാരണം നിനക്ക് പ്രായമേറുന്നത് പോലും നിനക്ക് മനസ്സിലാകുന്നില്ല. നീ ഇപ്പോൾ നിൻ്റെ മനസ്സിൽ ചെറുപ്പമാണ്. നീ ദൈവത്തിന് വേണ്ടി യൗവന രക്തവുമായിട്ട് തിളയ്ക്കുന്ന രക്തവുമായി ഓടി നടക്കുന്നവനാണ്. കാരണം യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുമെന്ന് തിരുവചനം പറയുന്നു. ഞാൻ പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ നിർവചനം നിങ്ങൾ പഠിച്ചാൽ നമ്മളിൽ പലരും വ്യാപരിക്കുന്ന നിത്യജീവനല്ല, ക്രിസ്തീയ ഗോളത്തിൽ വ്യാപരിക്കുന്നത്. കുഞ്ഞെ, നിന്റെ സൗഖ്യദായകൻ നിന്റെ അകത്തുണ്ടെങ്കിൽ നിനക്ക് യാതൊരു വാക്സിനും എടുത്തില്ലെങ്കിലും ഒരു രോഗവും നിന്നോട് അടുക്കുകയില്ല. വളരെ വിശ്വപ്രസിദ്ധനായ ഒരു രോഗശാന്തി ശുശ്രൂഷകൻ, അദ്ദേഹത്തെ ആദ്യത്തെ ഒരു പ്ലേഗ് ഉണ്ടല്ലോ, 1916 അങ്ങനെ ഏതോ ഒരു വർഷമാണെന്ന് തോന്നുന്നു, ഒരു പ്ലേഗ് ലോകത്തിൽ കത്തിപ്പടർന്ന അനേക ലക്ഷങ്ങൾ കൊന്നൊടുക്കപ്പെട്ടു. ആ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഒരു രോഗശാന്തി ശുശ്രൂഷകനാണ്. അദ്ദേഹത്തെ ആളുകൾ വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് ചുണയുണ്ടോ? ഈ പ്ലേഗിൻ്റെ രോഗാണുക്കളെ നിങ്ങളുടെ ശരീരത്തിലൂടെ കടത്തിവിടാം, നിങ്ങൾ വലിയ പ്രാർത്ഥനാ വീരനാണെന്നല്ലേ പറയുന്നത്. അവരൊരു പരീക്ഷണശാല ഒരുക്കി
അവിടെ ഈ രോഗാണുക്കൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ കടത്തിവിടാൻ അനുവദിച്ചു. പ്രിയപ്പെട്ടവരെ, അവർ സൂക്ഷ്മദർശിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രോഗാണുക്കളെ വാരി വാരി വിതറുമ്പോൾ, അല്ലെങ്കിൽ അത് അതിനെ ഇടാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്ന രോഗാണുക്കൾ ചത്തുവീഴുന്ന ദൃശ്യമാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. നീ ഇത് വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ശരീരത്തിലേക്ക് ഒരു രോഗാണു വന്നാൽ ചത്ത് താഴോട്ട് വീഴുകയല്ലാതെ നിന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ പോകുന്നില്ല. നിനക്ക് ചുറ്റും ദൈവം ഒരു വലയം തീർത്തിട്ടുണ്ട്. ദൈവം നിനക്ക് ചുറ്റും ഒരു കോട്ട കെട്ടിയിട്ടുണ്ട്. ഇത്രത്തോളം വരാം എന്ന് ദൈവം സമുദ്രത്തോട് കൽപ്പിച്ചത് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ഏത് വരണ്ട എന്ന് തീരുമാനിക്കാനുള്ള വചനം കൊടുക്കാനുള്ള ശക്തി ദൈവത്തിനുണ്ട്. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞു. നിന്റെ സാമ്പത്തിക മണ്ഡലം, നീ ഒരു ദരിദ്രനാവില്ല. മുട്ടുണ്ടാകില്ല. യഹോവ എന്റെ ഇടയനാകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഡെലിവറൻസ് ആണല്ലോ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി അത് ഈ കഴിഞ്ഞ ആഴ്ച മുതൽ തുടങ്ങിയതാണ്. ചെറിയ രോഗം, ഇങ്ങനെ അസുഖങ്ങളൊക്കെ. അവൻ്റെ ഈ രോഗം ഇങ്ങനെ വരുന്നതിന് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പലതിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ പൈശാചിക ബന്ധനം ദൈവം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് ഈ ഒരു അഗ്നിഗോളമാക്കി മാറ്റാൻ പോവുകയാണ്. ബിക്കോസ് അവർ ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ. അവൻ്റെ അടുക്കലേക്ക് വരുന്നവനെ അവൻ വിഴുങ്ങിക്കളയുന്ന ഒരു അഗ്നിയാണെന്ന് ദൈവവചനം പറയുന്നു. അവൻ്റെ വചനം തീയാണെന്ന് യിരെമ്യാ 23:29 പറഞ്ഞില്ലേ? പിളർന്നിരിക്കുന്ന അഗ്നി നാവുകളുടെ രൂപത്തിലാണ്. അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ 120 പേർ കൂടിയിരുന്നവരുടെ മേൽ സ്വർഗത്തിൽ നിന്ന് ഒരു തീ ഇറങ്ങി. ഇന്നിവിടെ തീ വെളിപ്പെടാൻ പോവുകയാണ്. ഈ തീ പ്രാപിക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. മേടിച്ചേച്ച് വീട്ടിൽ പോയി ചൂട്ടിച്ചോളയും കത്തിച്ചുകൊണ്ടിരിക്കരുത്. ഇത് മേടിച്ചേച്ച് കർത്താവിന് വേണ്ടി കത്തണം, കത്തണം, കത്തണം. ഈ കത്തൽ തുടങ്ങിയ തീയെ കെടുത്തു കളയാവോ? തെസ്സലോനിക്ക ലേഖനത്തിൽ എന്താ പറയുന്നത്? 1 തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. ഓ, നിങ്ങൾ ദൈവമേ, 100 വചനം അറിയാവുന്നവരൊന്ന് കൈ ഉയർത്തിക്കുക. അതാ കുഴപ്പം. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. കാണാതെ 100 പേർ. ഇപ്പോൾ ചിലരെ പറഞ്ഞ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്ത്, അല്ലേ? നമുക്കിത് അറിയത്തില്ല. ഞാനിങ്ങനെ അതിശയിച്ചു ഒരു ദിവസം, ബ്രദർ, കർത്താവ്, ഞാനിത്ര ശക്തമായ ആലോചനകളൊക്കെ പറഞ്ഞിട്ട് ഇവരനങ്ങുന്നില്ലല്ലോ. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, അവർക്ക് വചനം അറിയത്തില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് വചനം അറിയാം. ആകപ്പാടെ സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് അതിൻ്റെ അവസാനം വരെ എല്ലാം അറിയാം. പിന്നെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്ന സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ. ഇതല്ലാതെ ഗുണം പിടിക്കാൻ കുഞ്ഞെ നീ വചനം ഉടനീളം വായിച്ചേ. എത്ര പേര് ഇന്ന് തീരുമാനമെടുക്കും നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ? വേറെ നേർച്ച കാഴ്ചകളൊന്നും കൊടുക്കണ്ട. നീ തിരുവചനം ഒന്ന് വായിക്കാൻ തുടങ്ങി. തിരുവചനം നിന്നെ ശോധന ചെയ്യാൻ തുടങ്ങും. നീ ആ വായിക്കുന്ന വചനത്തിനകത്ത് എന്തെങ്കിലും നിന്നോട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ നീ അതിനെ ഒന്ന് ഏറ്റെടുക്കുക, അതിനകത്ത് ജീവിക്കാൻ തുടങ്ങുക. ഒരു അത്ഭുത ജീവിതം നിനക്ക് തരാൻ ഈ ദൈവം മതിയായവനാണ്. നിങ്ങളുടെ കൺമുമ്പിലല്ലേ അനേക സാക്ഷികൾ നമ്മൾ കണ്ടിരിക്കുന്നത്. എത്ര മരിച്ചവനെ പോലെ കിടന്നവനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇല്ലായ്മയെന്ന് എത്രയോ ദൈവം അത്ഭുതകരമായി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ എൻ്റെ ജീവിതം നശിച്ചു പോകാത്തതിന്റെ കാരണം ഈ തമ്പുരാൻ അത്ഭുതം ചെയ്യുന്നതല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വല്ല വിധത്തിലും ഗുണം പിടിക്കട്ടെ എന്നോർത്ത രാവിലെ നമ്മൾ പ്രഭാത പ്രാർത്ഥന ആരംഭിക്കുന്നു. എന്നാൽ അതിൻ്റെ അകത്ത് കയറിയിരുന്നിട്ട് ഒരു സജീവമായിട്ട് അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അത് മാറ്റിമറിക്കും. ഏകദേശം ഒരു 500 ദിവസത്തോളമായി പ്രഭാത പ്രാർത്ഥന തുടങ്ങി. ഇന്ന് വരെ ഇതിൻ്റെ അകത്ത് കൂടാത്തവർ പലരും ഉണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. 3-ാമത്തെ വിഭാഗം അതിൻ്റെ അകത്ത് കയറിയിരുന്നാലും വചനം പഠിക്കാത്തവരുണ്ട്. 4-ാമത്തെ വിഭാഗം പിന്നെ കുറച്ച് പേരുണ്ട്, വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് എല്ലാ ദിവസവും നോട്ടും കുറിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടുന്നുണ്ട്. ബ്രദറെ, എൻ്റെ ജീവിതം എന്താ മെച്ചപ്പെടാത്തത്? അയൽവക്കംകാരൻ കൂടോത്രം ചെയ്തതാണോ? അതാരെങ്കിലും എന്നെ ശപിച്ചതാണോ? ഒന്നുമല്ല, നീ തന്നെ ഒരു ശാപമായി തീർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. തിരുവെഴുത്തുകൾ വായിക്കുക, അത് ധ്യാനിക്കുക, അതിൽ ജീവിക്കുക, അതിലെ ആത്മാവിനെ പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക. കുഞ്ഞെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിൽ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ്റെ ആത്മാവ് നിന്റെ മേൽ ആവസിക്കാൻ തുടങ്ങണം. മനസ്സിലായില്ലേ? നിങ്ങൾ വളരെ സ്ലോ ഓഫ് ഹാർട്ടാണ്. നിങ്ങൾ വളരെ പതുക്കെ മനസ്സിലാവുള്ളൂ എന്ന് എനിക്കറിയാം. ഒന്നുകൂടെ പറയാം.
കല്ലറയിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹമില്ലേ? മരിക്കുകയാണെങ്കിൽ ഇവിടെ ഇല്ലേ? മൂക്കി പഞ്ഞു വെക്കുകയല്ല. നിങ്ങൾ രക്തം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരിക്കൽ മരിക്കുകയും അത് ദൈവം തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. അന്ന് നമ്മളെ കൊണ്ടുപോയി അടക്കും. യേശു മധ്യാകാശത്തിൽ വരുന്നത് താമസിച്ചാൽ നമുക്കൊരു മരണമുണ്ട്. ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അവൻ മരിക്കുന്നത് ഒരു നിദ്രയാണ്. ഒരു ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന പോലെ അവനങ്ങ് പോകും. പക്ഷേ ഈ ലോകത്തിലെ മനുഷ്യർ കടന്ന് വെപ്രാളം പിടിച്ചിട്ട് കാണേ പായ വലിച്ചു പറിക്കുന്നു, അടുത്തുള്ള തലയണെല്ലാം വലിച്ചു പറിക്കുന്നു, മൊത്തം വഷളാക്കുന്നു. എന്താ കാരണം? എന്താ? ഈ സാധനം എന്ന് വിട്ടുപോകാൻ വേണ്ടി ഭയങ്കര തത്രപ്പാടാണ്. ഒരു ഭക്തൻ ഒന്ന് ഉറങ്ങുന്നത് പോലെ അവൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് കയറി പോകാൻ പോവുക. നിങ്ങൾ മരണത്തെക്കുറിച്ചൊന്നും പേടിക്കേണ്ട. കാരണം നിങ്ങൾക്ക് യേശു ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെങ്കിൽ മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്ന് യേശു പറഞ്ഞു. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ചെറുപ്പക്കാരുടെ ഓർമ്മ ഇത് വൃത്തരെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് വൃത്തന്മാരെക്കാൾ കൂടുതൽ പെട്ടെന്ന് പോകുന്നത് ആരാ? പ്രൈസ് ദി ലോർഡ്. ആകെ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മൾ മരിച്ച് കല്ലറയിൽ കിടക്കുമ്പോൾ മധ്യാകാശത്തിൽ യേശു വന്ന് വിളിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ പോകണമെങ്കിൽ നമ്മുടെ ശരീരങ്ങളിൽ യേശുവിൻ്റെ ആത്മാവ് പരിവർത്തിച്ചിട്ടുണ്ടാകണം. യേശുവിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ മരിച്ച ശരീരത്തിൽ ഉണ്ടാവുക എന്നതല്ല, നമ്മുടെ ശരീരത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കണം. ശക്തിയോടെ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ യേശു വന്ന് വിളിക്കുമ്പോൾ യേശുവിൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പറയുന്ന വാക്കുകളുടെ ആത്മാവ് ഇങ്ങോട്ട് കടന്നു വരികയാണ്. യേശുവിൻ്റെ ആത്മാവ് ഇങ്ങോട്ട് കടന്നു വന്ന് ഈ മർത്യ ശരീരത്തെ ഉയർപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ ആത്മാവ് വസിച്ചിട്ടില്ലെങ്കിൽ അതിനെ ഉണർത്താൻ പരിശുദ്ധാത്മാവ് വരികയില്ല. റോമാലേഖനം 8:11 നിങ്ങൾ വായിച്ചു നോക്കിയേ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവൻ ഉയർപ്പിക്കും. അല്ലേ എത്ര 3 കുർബാന നടത്തിയതാണെങ്കിലും, എത്ര 101 കുർബാന നടത്തിയതാണെങ്കിലും നിന്റെ മൂക്കി പഞ്ഞു വെച്ചാൽ നീ കിടക്കുന്ന കല്ലറി എന്ന് പുറത്തു വരില്ല. നീ വരുന്നത് അന്ത്യ ന്യായവിധിക്ക് വേണ്ടിയായിരിക്കും. ശക്തിയുടെ അല്ലെ പറഞ്ഞു. നമുക്കൊരുമിച്ച് ഈ മെസ്സേജിലേക്ക് വന്ന് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. സമയം കഴിഞ്ഞു. സാരമില്ല. ഈ മിറക്കിളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വാസികൾക്ക് ദൈവം തെളിവ് കൊടുക്കാറുണ്ട്. നിങ്ങളൊരു വിശ്വാസിയാണോ? വിശ്വാസിയാകാൻ വേണ്ടി ദൈവം വിളിച്ചതാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നല്ല 100 കണക്കിന് അത്ഭുതങ്ങൾ ദൈവം ചെയ്തിരിക്കും. അത് ഓരോ ദിവസവും നീ കാണാൻ പോവുകയാണ്. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തതാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? യേശു ക്രിസ്തുവിൽ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് കുടുംബമായി വിശ്വസിക്കാമോ? നിന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര സ്വർഗം സൃഷ്ടിക്കാൻ പോവുകയാണ്. തമ്പുരാൻ വിളിച്ചിറക്കിയിട്ട് നീ കണ്ണടച്ചോ, നീ എന്നിട്ട് ഞാൻ ദൈവമാണെന്നോ എന്ന് സങ്കല്പിച്ചോ എന്ന് പറയുന്നവൻ അല്ല എൻ്റെ ദൈവം. നിനക്കൊരു സാമ്പത്തിക പ്രശ്നം വന്നാൽ അത്ഭുതകരമായി അവൻ വിടുതൽ തന്നിരിക്കും. നിനക്കൊരു രോഗം വന്നാൽ അവൻ അത്ഭുതകരമായി സുഖപ്പെടുത്തിയിരിക്കും. നിന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ദൈവം അതിനെ അത്ഭുതകരമായി അഴിച്ചിരിക്കും. നിനക്കെതിരെ 1000 ശത്രുക്കൾ അണിനിരന്നാലും 1000 ശത്രുക്കളുടെ മുമ്പാകെ അവൻ നിനക്ക് വേണ്ടി വിരുന്നൊരുക്കിയിരിക്കും. അങ്ങനെ ഒരു തമ്പുരാനാണ് ഈ ദൈവം, ബൈബിളിലെ ദൈവം. എനിക്ക് പരിചയമുള്ള ദൈവം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ അനുഭവിക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറ. യേശുവാണ് എൻ്റെ ദൈവമെന്ന് വിളിച്ചു പറ. നീ മാത്രം സത്യദൈവമെന്ന് വിളിച്ചു പറ. നിന്റെ വചനം മാത്രമാകുന്നു സത്യമെന്ന് വിളിച്ചു പറ. ഈ വചനത്തെ സാധൂകരിക്കാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ മെസ്സേജ് ചുരുക്കുകയാണ്. കന്യകയായ മറിയത്തിൻ്റെ ഉദരത്തിൽ യേശു പിറന്നത് ഒരു അത്ഭുതമാണ്. ഈ അത്ഭുതത്തിലൂടെ പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യർക്ക് രക്ഷകനെ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മറ്റൊരു രക്ഷകൻ എവിടെയും വരാനില്ല. ഈ രക്ഷകനിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനെയും രക്ഷിക്കാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡെസ്പറേഷൻ, നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം, ദൈവത്തിൻ്റെ അത്ഭുത സംഭവങ്ങൾ കാണണമെന്ന ആഗ്രഹം, ദൈവത്തിൻ്റെ വചന സത്യങ്ങൾ അറിയുവാനുള്ള വലിയ അദമ്യമായ ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ദൈവം തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ ഇറങ്ങി വന്നിരിക്കും. മിറക്കിൾസ് എന്ന് പറയുന്നത് ഗോഡ്സ് വേ ഓഫ് അക്കംപ്ലിഷിങ് ഗോഡ്സ് അജണ്ടയാണ്. നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പല അജണ്ടകളുമുണ്ട്. അത് നടപ്പാക്കാൻ ഒരു സാധാരണ മനുഷ്യൻ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിച്ചാൽ പോരാ. അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ അനേക അത്ഭുതങ്ങൾ ദൈവത്തിന് ചെയ്യേണ്ടി വരുന്നു. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തീർന്നുപോയെന്ന് കരുതരുത്. ദ ബെസ്റ്റ് അവൻ്റെ കരങ്ങളിൽ ഇനിയും ഏറ്റവും നല്ലത് നിനക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ, നിൻ്റെ അതരത്തിൻ്റെ പ്രാർത്ഥനകളെ മാറ്റിവെച്ചിട്ട് നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയാണ് ദൈവം സാധിപ്പിക്കാൻ പോകുന്നത്. നിൻ്റെ അതരത്തിൻ്റെ പ്രാർത്ഥനകളെ ദൈവം നിരസിക്കുമ്പോൾ നീ ചിന്തിക്കണം, ദൈവം റെഫ്യൂസ് ചെയ്തത്, ദൈവം നിൻ്റെ പ്രാർത്ഥനയെ നിരസിച്ചത് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ഒന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ വേണ്ടിയാണ്.
ഇവിടെ ഇരിക്കുന്ന നിരാശപ്പെടുന്ന, ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ നാളുകളായി ഉഴലുകയാണോ? ഒന്നുകിൽ ദൈവത്തിൻ്റെ കരം അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ അതിന് പകരം മറ്റൊന്ന് ഉന്നതമായത് നിനക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസേനയിൽ എഴുന്നേറ്റ് നിൽക്കാം, തുടർന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചർച്ച് ഓഫ് ഇറ്റേണിറ്റി കോട്ടയം എന്ന ഒരു പേര് നിങ്ങൾ അടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ആ ചാനൽ കാണാം. അതിൻ്റെ അടിയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് ചെയ്യുക.